ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഞാൻ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പച്ചരി കേട്ടോ, നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന ആ ഒരു പച്ചരിയിൽ അത് ഞാൻ 1/4 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറുപയറിൽ കല്ലൊക്കെ ഉള്ള ചെറുപയറാണെങ്കിൽ ചില പാക്കറ്റുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ തരി പോലത്തെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അരിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലാത്ത ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്നുകൊണ്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിയെടുക്കണ്ട. അപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇനി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ അരിയും ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒരു അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരെണ്ണം എടുത്ത്, അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുവറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ അപ്പസോഡൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ ചെയ്യാം കേട്ടോ. ഇത് അരച്ച ഉടൻ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചട്നി റെഡിയാക്കുന്നുണ്ട്. ഈ മിക്സർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിരകിയ തേങ്ങ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 അല്ലി ചെറിയ ഉള്ളി 3 അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ കുറച്ചും കൂടി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. നല്ല ലൂസ് രീതിയിലാണ് ഈ ഒരു ചട്നി വേണ്ടതെങ്കിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ലൂസാക്കിയിട്ട് എടുത്തിട്ടില്ല, ഈ ഒരു കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് താളിച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായി ചൂടായ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു തവി ചട്നി ഈ ഒരു ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുവച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് അടച്ച് വെക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഇത് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് മീതെ ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. എണ്ണ ഒഴിക്കണമെങ്കിൽ എണ്ണ തടവി കൊടുത്താൽ മതി. അതല്ല നെയ്യ് വേണമെങ്കിൽ അങ്ങനെ. ഇവിടെ കുട്ടികൾക്ക് നെയ്യാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നെയ്യാണ് ഒന്ന് തൂക്കി കൊടുക്കുന്നത്.
ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1-2 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും എടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. നമുക്ക് ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടാണെങ്കിൽ ഒന്ന് ഒരു തുള്ളി വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒന്ന് ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന രീതിയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ അതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് സൈഡൊക്കെ ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ആ ഒരു അടപ്പ് എടുത്തിട്ട് നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല മുരിമുരുന്നുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്ത് ദൈശമോനെ അപ്പോഴേക്കും മദ്രസ വിട്ടിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കൈയൊക്കെ കഴുകിയിട്ട് ചാടി കാണുന്നതാണ്. അപ്പോൾ അവന് ആ വീഡിയോ എടുക്കാണ്ട് പോടി വന്നിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു നല്ല റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.